ആട്ടിയോടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓടിപ്പോകാതെ സാമ്പത്തിക രംഗത്തടക്കം നിർണായക ശക്തിയാകാനാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളടക്കം പിന്നാക്ക വിഭാഗങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് പ്രവാസി വ്യവസായി ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദ് അലി ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 20ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃരാജ്യത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 20 കോടിയിലേറെ വരുന്ന പിന്നാക്ക വിഭാഗങ്ങൾ ഇന്ത്യയിലെ സാധ്യതകൾ തിരിച്ചറിയണമെന്നും നിക്ഷേപത്തിന് തയ്യാറാകണമെന്നും ഗൾഫാർ മുഹമ്മദ് അലി പറഞ്ഞു. We can demonstrate that our commitment to our motherland, because sometimes there are some bad news and you see that you are running away, but I would say that we 200 million of the Muslims and the other backward communities, they will have their correct place in India, and we should not run away, and we should do our responsibility to our country and to bring it to the at an economic power in the coming years. I would remind all of the Asmabians that give back, sponsor some students, give scholarship, give laboratories, give some institutions. അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ MES സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, DSL ഷിപ്പിംഗ് കമ്പനി സ്ഥാപകൻ അഹമ്മദ് ഷബീർ, സംസ്ഥാന പുരസ്കാരം നേടിയ തിരക്കഥാകൃത്ത് PS റഫീഖ്, ഗായകരായ റഫീഖ് റൌമി, സ്റ്റാർ സിംഗർ ഫെയിം ജാസിം മുഹമ്മദ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ 20 നിറവിൽ എന്ന സുവനീർ MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, MES അലുമിനി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. നസീറുദ്ദീൻ, നസീർ അലി എന്നിവർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. UAE വ്യവസായ രംഗത്ത് സജീവമായ അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളായ ഫ്ലോറ ഗ്രൂപ്പ് സ്ഥാപകൻ VA ഹസൻ, ലുലു COO VI സലീം, ഹോട്ട്പാക്ക് MD PB അബ്ദുൽ ജബ്ബാർ, ഫൈൻ ടൂൾസ് MD VK ഷംസുദ്ദീൻ, അക്കഫ് ഭാരവാഹികളായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ചാൾസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. മീഡിയ 1 ദുബായ്.